സൂത്രന് പനി. സൂത്രം പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തും ആലോചിച്ച് ചെയ്യുന്ന ആളാണെന്ന് സൂത്രൻ പറഞ്ഞത്. ആ വീഴാറായി നിൽക്കുന്ന ആ മരം മറിച്ചിടാനാ വിളിച്ചത്. ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആള് വേണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അല്ല. ഉദാഹരണത്തിന് മരം തെക്കോട്ട് വീണാൽ ഗുഹയുടെ മുറ്റത്തേക്കാവും, കിഴക്കോട്ട് വീണാൽ വഴി മുടങ്ങും. ഇതുപോലെ എല്ലാ വശവും ആലോചിച്ച് ചെയ്യുന്ന ആള് വേണം മരം മറച്ചിടാൻ. എല്ലാ വശവും ആലോചിക്കാം. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഉണ്ട്. പോയി വരുമ്പോഴേക്കും പണി തീരണം. എല്ലാ വശവും ആലോചിക്കാനല്ലേ പറഞ്ഞത്? ഞാനും സഹായിക്കാം. മരത്തിന്റെ മുകൾ വശത്തെ പറ്റി ഞാൻ ആലോചിക്കട്ടെ. മരം വീണാവോ? അവന്മാര് വരുന്നുണ്ടല്ലോ. പണി തീർന്നോ? കുറെ ആലോചിച്ച് പണി തീർത്തു. ചെറിയൊരു പ്രശ്നം മാത്രമേ പറ്റിയുള്ളൂ. ആ മരം വീഴുമ്പോഴത്തെ കുലുക്കത്തിൽ അടുത്തുള്ള വേറെ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്നാണ് ആദ്യം ആലോചിച്ചത്. അത് ശരിയോ? എന്നിട്ട്? വീഴാൻ സാധ്യതയുള്ള മരങ്ങളൊക്കെ ആദ്യം ഞാൻ മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞപ്പോ ഒരൊറ്റ വലിയ മരം മാത്രം കൂട്ടില്ലാതെ നിൽക്കുന്നു. ഒരു മരം മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ തീരെ ഭംഗിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടനെ പോലൊരാൾ താമസിക്കുന്ന സ്ഥലം ഭംഗിയില്ലാതാവരുത് എന്നും ഞാൻ ആലോചിച്ചു. അങ്ങനെ ആ മരവും മറിച്ചിട്ടു. അവിടെ മാത്രം ഒരു കുഴപ്പം പറ്റി. മരം വീണത് ഗുഹയുടെ മുകളിലായിപ്പോയി. ഗുഹ പൊളിഞ്ഞു. വിവരം അറിഞ്ഞാൽ ചേട്ടൻ ഇതുപോലെ എന്റെ പിന്നാലെ വരുമല്ലോ എന്നും ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാ ഞാൻ ഈ വഴിക്ക് ഒരു കുഴിയും കുഴിച്ചത്. അത് എണ്ണി നോക്കണം. ഓ, എണ്ണിക്കോ. ഇപ്പോഴല്ല, കുട്ടിക്കാലത്ത് കടുവശാസ്ത്രത്തിന്റെ ട്യൂഷൻ എടുക്കുന്ന സാറ് ചോദിച്ചതാ. കടുവയ്ക്ക് 1 മാസം പ്രായമുള്ളപ്പോൾ എത്ര പല്ലുണ്ടാവും, 1 വയസ്സിന് എത്ര പല്ലുണ്ടാവും, അതൊക്കെ കണ്ടുപിടിച്ചു തരാൻ ട്യൂഷൻ സാറ് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. തീറ്റ പോലെ ഇരിക്കും. തീറ്റ പോലെയോ? അത് ഞാൻ കുട്ടിക്കാലത്ത് മുട്ടയാണെന്ന് വിചാരിച്ച് ഒരു പാറക്കല്ല് കടിച്ചു. കഠിൻ 2 പല്ല് അപ്പോഴേ പോയി. അത് ചേട്ടന്റെ കാര്യമല്ലേ? സാധാരണ കടുവകൾക്ക് എത്ര പല്ലുണ്ടാവും എന്നാ ചോദിച്ചത്. ഞാൻ സാധാരണ കടുവയോ? കടുവശാസ്ത്രം അറിയില്ലെന്നേ ഉള്ളൂ. പെട്ടെന്ന് പറ ചേട്ടാ. പാറനിഴൽ മരച്ചുവട്ടിലെത്തുന്നതിന് മുമ്പ് വേണം. പാറനിഴലോ? അതെ, ആ പാറയുടെ നിഴൽ അടുത്ത മരത്തിന്റെ ചുവട്ടിലെത്തുന്നതിന് മുമ്പ് ഉത്തരം കണ്ടുപിടിക്കണമെന്ന് സാർ പറഞ്ഞത്. അയ്യോ, നിഴലെത്താൻ ഇനി എത്ര നേരം വേണ്ടി വരും? ഏതാണ്ട് 1 മണിക്കൂർ. സൂത്രൻ സ്ഥലത്തില്ല. ഞാൻ എൻ്റെ അമ്മാവനോടൊന്ന് ചോദിക്കട്ടെ. ഈ വക കാര്യങ്ങളിൽ അമ്മാവൻ പുലിയോ? എന്നാ പിന്നെ പുലി അമ്മാവനോട് ചോദിക്കാമോ? കുറച്ചു കഴിയുമ്പോ ഇവിടെ വാ, ഉത്തരം പറഞ്ഞു തരാം. ആശ്വാസമായി. ഞാൻ നിന്നെ തെരഞ്ഞു നടപ്പായിരുന്നു. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഉത്തരം കിട്ടി അല്ലേ? ഇല്ല, അമ്മാവന് സ്ഥലത്തില്ല. അയ്യോ, എന്നിട്ട്? ഞാൻ ആ പാറ തള്ളി കുളത്തിലിട്ടു. ഇനി നിഴൽ വീഴുന്നതൊന്ന് കാണണം. ഇച്ചിരി വഴി തന്നാൽ ഈ ഉള്ളവന് ഇറങ്ങാമായിരുന്നു. അതാരാ പറഞ്ഞത്? അടിയൻ. ഇത് ഈ ഉള്ളവന്റെ വീടാണ്. സൂത്ര, ഇവൻ എന്തുള്ളവനാണെന്നോ പറയുന്നത്? അയ്യോ, ഒരു കാട്ടുപൂച്ചയ്ക്ക് ഇത്രയും മുടിയോ? ഈ ഉള്ളവന്റെ പണി അതല്ലേ? മുടി നട്ടു വളർത്തലാണോ പണി? പല സ്റ്റൈലിൽ മുടി ചീകി കൊടുക്കും, കെട്ടിയും കൊടുക്കും. കൂലി തല ഒന്നിന് 1 എലി. അത് ശരി. എന്താ പേര്? ഈ പുണ്ണി. സൂത്ര, ഇപ്പോ പിടികിട്ടി. എന്തു പിടികിട്ടി? ഈയുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടി. പേരിനകത്ത് ഈ ഉണ്ടെന്നല്ലേ? അപ്പോ ഞാൻ ഉള്ളവൻ എന്ന് പറയണം അല്ലേ സൂത്ര? മുടി പലതരത്തിൽ കെട്ടാൻ അടിയൻ മിടുക്കന. ഉദാഹരണത്തിന് ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ശരി, ഇവനെ ഒന്ന് കളിയാക്കാം. അയ്യേ, ഇതോ?
ചീഞ്ഞ ചക്കയൊക്കെ അകത്തു നിന്ന് രണ്ട് വൃത്തികെട്ട തേരട്ടകൾ ഇറങ്ങി വന്ന് കോക്രി കാട്ടുന്നത് പോലെയുണ്ട്. അയ്യോ, ശരിക്കും അങ്ങനെയുണ്ടോ? ശരിക്കും അതിനേക്കാൾ വൃത്തികേടാ. ശേ, എന്നാ ഈ ഉള്ളവൻ ഇപ്പോ വരാം. ഒരാളോട് പറയാനുണ്ട്. എന്റെ തല ഒരു ചീഞ്ഞ ചക്കയാണെന്ന് നീ പറഞ്ഞോ? കടിയൻ ചേട്ടൻ, ഈ മുടി കണ്ടോ തേരട്ട് കോക്രി കാട്ടുകയാണെന്ന് നീ പറഞ്ഞോ? എടാ പറഞ്ഞോന്ന്.